ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന റാങ്ക് അല്ലെങ്കിൽ വാല്യൂ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാല്യൂസ് എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് റാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, ഇവിടെ റാങ്ക് 1 1 4 3 2 5 6. ഇനി റാങ്ക് അടുത്ത എന്താണ് 2 3 5 6 1 2 4. ഇങ്ങനെയാണ് രണ്ട് റാങ്ക് ആണ് തന്നത്, ഒന്ന് എക്സും ഒന്ന് വൈ ആണെന്ന് എടുക്കുക. അപ്പൊ ഇവിടെ 1 1 റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതേപോലെ ഇവിടെ 2 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വരുമ്പോ നമ്മൾ ഈ റാങ്കിന് എന്ത് ചെയ്യണം, പുതിയ സ്ട്രക്ചർ ആക്കി മാറ്റണം. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, അതായത് റാങ്കിന് എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി പുതിയ രൂപത്തിലാക്കിയിട്ട് വേണം ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ. തന്നിരിക്കുന്ന വാല്യൂസ് എക്സിന്റെയും വൈയുടെയും റാങ്ക് ആണ് ഓൾറെഡി തന്നത്, പക്ഷെങ്കിൽ അതിനെ നമ്മൾ ഒന്നുകൂടെ മാറ്റിയിട്ട് റാങ്ക് കാൽക്കുലേറ്റ് ഉണ്ടായിട്ടുണ്ട്. 1 1 എന്നുള്ളത് 2 പ്രാവശ്യം വരുന്നു. അപ്പൊ അത് റാങ്ക് ആണ് തന്നത്. ഇപ്പൊ 2 പ്രാവശ്യം 1 തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 1 + 1 / 2 കാണണം. അപ്പൊ 1.5 എന്നായിട്ട് മാറും. അപ്പൊ ഇതിന്റെ റാങ്ക് എങ്ങനെയായിട്ട് മാറും, 1.5. ഇതിന്റെയും റാങ്ക് എന്തായിട്ട് മാറും, 1.5 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 എന്ന് കൊടുത്തതിന്റെ റാങ്ക് ഇനി അടുത്ത എത്രയായിരിക്കും, 3 ആയിരിക്കും. കാരണം 1 2 ഓൾറെഡി നമ്മൾ കാണിച്ചു. അതായത് 1 ഇത് 2 ഇത്, ഇപ്പൊ രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ആവറേജ് കണ്ടെത്തിയത്. ഇനി മൂന്നാമത്തെ 2ന് റാങ്ക് ചെയ്യണം. ഇനി 3ന് എത്ര വരും, 4 വരും. ഇനി 4ന് 5 വരും. 5ന് എത്ര വരും, 6 വരും. ഇനി 6ന് എത്ര വരും, 7 വരും. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ റാങ്ക് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്ന റാങ്കിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് കാണിക്കണം. ഇനി ഇതേപോലെ y എന്നുള്ള ഇതിൽ നോക്കുക, 1 എന്ന് പറയുന്ന റാങ്ക് ഓക്കെ, ഇത് 1 തന്നെ. ഇനി അടുത്ത 2 2 രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ ആവറേജ് കാണണം, 2 + 2 / 2 കാണണം. അപ്പൊ ഇവിടെ നമ്മൾ 2 + 2 / 2 കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെത് റാങ്ക് എങ്ങനെ വരും, 2.5. ഇവിടെയും 2ൻ്റെത് 2.5. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1, ഇനി 2 വേറെ ഇവിടെ ഉണ്ട്, 2, ഇനി 3. ഇനി അടുത്ത 3ന് കൊടുക്കേണ്ടത് 4 റാങ്ക്. ഇനി 4ന് കൊടുക്കേണ്ടത് എത്രയാണ്, 5. 5ന് 6 വരും. 6ന് 7 വരും. എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. തന്നിരിക്കുന്നത് റാങ്ക് ആണ്, പക്ഷെങ്കിൽ ആ റാങ്ക് എന്താണ്, റിപ്പീറ്റഡ് റാങ്ക് ആണ് തന്നത്. അതിനെ നമ്മൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുകയാണ്. 2 തന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് കണ്ട് അതിന് ആവറേജ് കൊടുക്കുക. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആ 2 കൂട്ടിയിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ ഡിയും d² ഞാൻ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്താണ്, റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചുകൊണ്ടാണ്. 1.5 നിന്ന് 2.5 വർക്കുന്നു, -1. 1.5 നിന്ന് 4 വർക്കുന്നു, -2.5. ഇങ്ങനെ അതിന്റെ സ്ക്വയറും കണ്ടെത്തി. ടോട്ടൽ എത്ര കിട്ടി, 37.5 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കേണ്ട ഏതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, r is equal to എന്ത് എടുക്കണം, 1 - 6 × σd² + 1/12 × m³ - m + 1/12 × m³ - m. ഇവിടെ 2 പ്രാവശ്യം നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണ്, 2 വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 എന്ന് പറയുന്ന വാല്യൂയും 1 എന്ന് പറയുന്ന വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ കൊടുത്ത്. അപ്പൊ ഇവിടെ എന്ത് വരും, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ /n³ - n. ഓക്കെ, r is equal to എങ്ങനെ വരും, 1 - 6 × σd². σd² എന്ന് പറയുന്നത് എത്രയാണ്, 37.5 ആണ്. പ്ലസ് 1/12 × m³. m എന്ന് പറയുന്നത് എന്താണ്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 1 എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, 2³ - 2 m³ - m എന്നുള്ളത്. ഇനി പ്ലസ് വീണ്ടും എന്ത് ചെയ്യണം, 1/12 × 2³ - 2 എടുക്കണം. കാരണം എന്താ, 2 എന്ന് പറയുന്ന ഒരു വാല്യൂ വീണ്ടും റിപ്പീറ്റ്, എത്ര പ്രാവശ്യം ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇക്വേഷൻ ആഡ് ചെയ്ത് പോകണം. ഓക്കെ, /n³ എന്ന് പറയുന്നത് ഇവിടെ എത്ര n വരുന്ന, ടോട്ടൽ 7 ആണ്. 7³ - 7. അപ്പൊ ഇതിനെ ജസ്റ്റ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. 1 - 6 × 37.5 പ്ലസ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.5 എന്ന് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ പുറത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് അവിടത്തേക്ക് മാറ്റി കൊടുത്താൽ എന്നാൽ എളുപ്പമാണ്. പ്ലസ് 0.5 എന്ന് വരും. 0.5 + 0.5 / 7³ എന്ന് പറയുന്നത് എത്രയാണ്, 343 ആണ്. -7. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ 1 - 231 / 336 എന്ന് കിട്ടും. അതായത് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0.313 ഇങ്ങനെ ആൻസർ കിട്ടും. അതായത് 0.313 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ലോ ഡിഗ്രി ഓഫ്
പോസിറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, അത് നമ്മൾ ടേബിൾ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കോറിലേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത്. അതായത് 0.5 കുറവായതുകൊണ്ടാണ് ഇവിടെ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വരുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് റാങ്ക് തന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സിനെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.